ഹലോ നമസ്കാരം രഞ്ജിത്ത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. കേരളത്തിലെ പല ബ്രാൻഡുകളും ഓഫീസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് കൺസൾട്ട് ചെയ്യാറുണ്ട്. കാരണം ഓഫീസ് ഉണ്ടാക്കുമ്പോൾ മുതൽ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്യുമ്പോൾ തൊട്ട് ആക്ച്വലി ഒരു കൺസൾട്ടൻറ്റിൻ്റെ സേവനം ആവശ്യമാണ്. കാരണം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും വർക്ക് എഫിഷ്യൻസി തന്നെ തീരുമാനിക്കപ്പെടുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഓഫീസ് ഇൻറ്റീരിയേഴ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇത് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ബ്രഹ്മയ്ക്ക് അകത്ത് തന്നെ ഒരു ഡിവിഷനുണ്ട്. സ്പേസ് മോങ്ക് എന്ന് പറയുന്ന ഒരു ഡിവിഷനാണ്. അതാണ് ഓഫീസ് ഇൻറ്റീരിയേഴ്സിൻ്റെ കൺസൾട്ടിങ് നമ്മളെടുത്ത് ചെയ്യുന്നത്. വളരെ സ്പെസിഫിക് ആയിട്ട് ഓഫീസുകളെ കൂടുതൽ ഫങ്ഷണൽ ആക്കാനും അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കൺസൾട്ടിംഗ് ആണ് സ്പേസ് മോങ്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എർഗണോമിക് ഫർണിച്ചറാണ്. ഫർണിച്ചർ വെറുതെ ഏതെങ്കിലും മേടിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. നല്ല വിലയുള്ള ഫർണിച്ചറുകളാണ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ഫർണിച്ചറുകൾ എർഗണോമിക് ആയിരിക്കണം. എന്താണ്? വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടയർഡ്നെസ് ഫീൽ ചെയ്യാത്ത തരത്തിൽ നമ്മുടെ ഹെൽത്തിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഫർണിച്ചർ ആയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗത്തിന് നടുവിന് ഒരു റിലാക്സേഷൻ കിട്ടുന്ന തരത്തിലായിരിക്കണം. ചിലപ്പോൾ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ കിട്ടാത്ത തരത്തിലായിരിക്കണം. നമ്മുടെ കൈകൾക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. അപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ ജോലിക്കും അനുസരിച്ച് ഡിസൈൻ ചെയ്യുന്ന എർഗണോമിക് ഫർണിച്ചറുകൾ നമ്മളുടെ ഓഫീസ് ലേഔട്ടിൻ്റെ ഭാഗമായിരിക്കണം. രണ്ടാമത്തേത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ലേഔട്ട് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇനഫായിട്ടുള്ള സ്പേസ് കിട്ടണം. മാത്രമല്ല ഓരോ സ്പെസിഫിക് വർക്കുകൾ ചെയ്യുമ്പോഴും ആ വർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കണം ഓഫീസ് ലേഔട്ട് സജ്ജീകരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, സ്ഥിരമായിട്ട് ബുക്സ് റെഫർ ചെയ്യേണ്ടി വരുന്ന ഒരാൾക്ക് ബുക്സ് ഇരിക്കുന്ന ഷെൽഫിലേക്ക് നടന്നു പോകാൻ ഒരുപാട് ദൂരം ഉണ്ടാവാൻ പാടില്ല. വളരെ എളുപ്പത്തിൽ തന്നെ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന ദൂരത്തിലേക്ക് ഇത്തരം സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ ഡെസ്ക് അറേഞ്ച് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞ പോലെ ഓരോ ആളുകളും എന്ത് ടൂളുകൾ ഉപയോഗിക്കുന്നു, ഓരോ ആളുകളും എന്തൊക്കെയാണ് ശരിക്കും ടാസ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ആ ഒരു ഓഫീസ് ലേഔട്ട് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്യാൻ. അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിംഗ് നമുക്ക് പലതരത്തിൽ വെക്കാൻ പറ്റും. അതും നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പുതിയ തരത്തിലുള്ള ഒരുപാട് ലൈറ്റിംഗ് വരുന്നുണ്ട്. നമ്മുടെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത, നമുക്ക് സ്ട്രെയിൻ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ലൈറ്റിംഗ്, അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഒരു ഫ്ലോ കൂടി മിക്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് അക്വസ്റ്റിക് ഡിസൈനാണ്. പലപ്പോഴും സൗണ്ടിൻ്റെ ഡിസൈൻ. കാരണം നമുക്കറിയാം ഒരു അടച്ച മുറിയിലൊക്കെ ആയിരിക്കും ഓഫീസ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ അവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം അവിടെ എക്കോയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ സംസാരം തന്നെ വലിയൊരു രീതിയിൽ അവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത തരത്തിലായിരിക്കണം ഈ സൗണ്ടിൻ്റെ ഡിസൈൻ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്. പല ഓഫീസുകളിലും ഞാനത് കാണാറില്ല. ഇത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും IT കമ്പനീസിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ. മറ്റൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സൊല്യൂഷൻസ് ആണ്. പല സാധനങ്ങളും നമ്മൾ ഓഫീസിൽ സ്റ്റോർ ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഫയൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലുള്ള മറ്റ് എക്യുപ്മെൻറ്റ്സ് ആയിരിക്കാം, സാമഗ്രികളായിരിക്കാം. ഇത്തരം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഷെൽഫുകളൊക്കെ വെക്കുമ്പോൾ മൊത്തത്തിലുള്ളൊരു ഭംഗി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിലേക്ക് മെർജ് ചെയ്തുകൊണ്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ഡിസൈൻസ് ഈ പറയുന്ന ഷെൽഫുകളിലൊക്കെ സ്റ്റോറേജ് സൊല്യൂഷൻസിലും കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഈ സ്റ്റോറേജസും മറ്റുള്ള കാര്യങ്ങൾ കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു മൾട്ടി യൂസർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂസേഴ്സും ഫങ്ഷനാലിറ്റിയും കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലേക്ക് ഡിസൈൻ ചെയ്താൽ കിടിലമായിരിക്കും. അടുത്തത് ടെക്നോളജി ഇൻ്റഗ്രേഷനാണ്. പല കാര്യത്തിലും ഇന്ന് ടെക്നോളജി ആവശ്യമാണ്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോക്ക് മുതലുള്ള കാര്യങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള ടെക്നോളജി യൂസ് ചെയ്യാം. റെറ്റിന യൂസ് ചെയ്യാം, ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യാം. അവിടുന്ന് മുതൽ ആക്ച്വലി ടെക്നോളജി നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്കിംഗ് ആവശ്യമാണ്, വൈഫൈ ആവശ്യമാണ്, പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഏതൊക്കെ ഗാഡ്ജറ്റ്സ് എവിടെയാണ് വെക്കേണ്ടത്, ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ്, ഏതൊക്കെ മെഷീനറി എവിടെയൊക്കെ വേണം, ഇത് പ്രീ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായിട്ട് ഓരോന്നിനുള്ള പ്ലേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്തത് ഇൻറ്റേർണൽ ബ്രാൻഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അത് ശ്രദ്ധിക്കാറേ ഇല്ല ആളുകൾ എന്നുള്ളതാണ്. ഇൻറ്റേർണൽ ബ്രാൻഡിങ് വളരെ പ്രധാനമാണ്. നമ്മുടെ ക്ലയൻസ് നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോഴൊക്കെ ഇത് ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല നമ്മളുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ ടീം അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള കോട്ട്സ്, പോസ്റ്റേഴ്സ്, അവരെ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള പിക്ചേഴ്സ്, ഇതൊക്കെ കാണേണ്ടതും ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രാൻഡിങ്ങും വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തീമിൽ ഈ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ചില കേസസിൽ ഗ്രീൻ ഓഫീസുകൾ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു തീമും വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്തെടുക്കാം.
ആൻഡ് ഫൈനലി ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എല്ലാ ഓഫീസുകളിലും നമുക്ക് മീറ്റിങ്ങിനുള്ള സ്പേസ് ഉണ്ടാവണം. ടീം മീറ്റിങ്സിനും ടീം ഇൻട്രാക്ഷനും ഗെയിംസിനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള വലിയ സ്പേസുകൾ കൂടി നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാൻ പറ്റണം. വേണമെങ്കിൽ കൺവെർട്ടബിൾ ആയിട്ടുള്ള സ്പേസസ് ആക്കി മാറ്റുകയും ചെയ്യാം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നല്ല രീതിയിലുള്ള ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വർക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നിങ്ങൾക്ക് ശരിക്കും ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഓൾറെഡി നിങ്ങൾക്കൊരു ഓഫീസ് സ്പേസ് ഉണ്ടായിരിക്കാം, പക്ഷേ അതിനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്കൊരു കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഒന്നുകിൽ ഓൾറെഡി ഉള്ള സ്പേസിനെ ചെറിയ രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ സ്പേസ് അന്വേഷിക്കുകയാണെങ്കിൽ ആ സ്പേസിൽ ഈ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങളുടെ വർക്ക് എഫിഷ്യൻസി അടുത്ത ലെവലിലേക്ക് ഉയർത്താം. ഓൾ ദി ബെസ്റ്റ്.